നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നു. കണ്ടില്ല എല്ലാവരും? ഞെട്ടിയ ആൾക്കാരാണോ ഉള്ളത്, ഞെട്ടാത്തവരാണോ ഉള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയും കേട്ടോ. ഞാൻ ഏതായാലും ഞെട്ടിയിട്ടില്ല. എനിക്കിതൊരു ഞെട്ടലില്ല. കാരണം എല്ലാ ശനിയാഴ്ച ഇതുപോലെ പ്രൊമോ വരുമ്പോൾ കണ്ടീഷൻ എന്താ വെച്ചാൽ നമ്മൾ പ്രൊമോ കണ്ടിട്ട് ഇതിൽ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും ഉണ്ടാവാറില്ല. കാരണം ഇവിടുന്നൊക്കെ അവർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷവതിയായിട്ടുള്ള ഒരു ജാസ്മിൻ ജാഫറിനെയാണ് ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ലാലേട്ടം വരുമ്പോൾ ഉള്ള പോലെ തന്നെ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കുറഞ്ഞു തോന്നുന്നു. അതുപോലെ വളരെ സന്തോഷവതിയാണ്. കാരണം സിബിനെ ഏകദേശം ലാലേട്ടിട്ട് കുടയുന്നു, ശിക്ഷ കൊടുക്കുന്നു. പിന്നെ ആ പറഞ്ഞിട്ടുള്ള രീതി, പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള രീതി, ക്വാളിറ്റി, അത് സിബിൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്വാളിറ്റി എങ്ങനെ അളക്കുക എന്ന് ചോദിക്കും. നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സിലൂടെയാണ് ക്വാളിറ്റി അളക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഒന്ന് ആലോചിച്ച് പോയി. എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ റിലേറ്റഡ് ആണ്, പോട്ടെ. അപ്പോൾ ഓരോ ജസ്റ്ററും പല രീതിയിലും പല ആൾക്കാർ കാണിക്കും അല്ലേ. ലാലേട്ടൻ ഇതിലൊരു ആങ്കറാണല്ലോ അല്ലേ. വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിൽ ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞെടുത്ത സ്ക്രിപ്റ്റ് പ്രകാരം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടും, മറു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് സ്വാഭാവികമാണ് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും എപ്പിസോഡ് ഇതായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ പ്രൊമോ വരുമായിരിക്കും. എന്തായാലും കുറച്ചും കൂടി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും സന്തോഷമായിട്ടിരിക്കുക, ജാസ്മിൻ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ജാസ്മിനും ജാസ്മിൻ്റെ ഫാൻസിനും വേണ്ട കാര്യങ്ങൾ ഇന്ന് എപ്പിസോഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ, ഒന്ന് നിരീക്കണോ. കാരണം എന്താ വെച്ചാൽ സിബിനെ അത് ആ ഒരൊറ്റ പേരും പറഞ്ഞ് ആ ക്വാളിറ്റിയും കൂടെ കണക്ട് ചെയ്ത് പറയാന്ന് പറയുമ്പോൾ ഇതിലേറെ വലിയൊരു സംഭവം ഉണ്ടാവാനില്ലല്ലോ. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂട്ടി വായിക്കേണ്ടതുമായ ഒരു കാര്യം ഇത്ര മാത്രമാണ്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ജാഫറിന് ഈ ഒരു ഇംപ്രഷൻ ബിഗ് ബോസ് ഉള്ളിൽ കൊടുത്താൽ മാത്രമേ ജാസ്മിൻ ഇതേ കളി കളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജാസ്മിൻ ഇതേ കളി കളിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഏഷ്യാനെറ്റിനോട് സൂപ്പറായിട്ട് കോണ്ടന്റ് ഉണ്ടായിരിക്കുള്ളൂ, നമുക്കുണ്ടായിരിക്കുള്ളൂ, എല്ലാവർക്കും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിക്ക് തലയിൽ അപ്സ്റ്റെയറിൽ എന്തെങ്കിലും ആൾതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കേണ്ട കേസാണ്. ഇതൊക്കെ എത്ര സീസണുകളിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ അതിനുള്ളിൽ കിടന്ന ബിഹേവിയറും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ചിന്തിക്കണം. ചിന്തിച്ചാൽ നന്ന് പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിച്ചിട്ടാണ് ഇവർ കളി കളിക്കേണ്ടത്, ഗെയിം കളിക്കേണ്ടത് അതിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോ. ബാക്കി എന്താ സ്ഥിതി അറിയില്ല. ഇനിയിപ്പോൾ ജാൻമണി ഔട്ടായി എന്നൊരു സംഭവം കേൾക്കുന്നുണ്ട്, പുറത്തേക്ക് പോയി എന്നൊരു സംഗതി കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സൊട്ട, അതേമാതിരി കരിഞ്ഞ മത്സ്യകന്യകൻ, പിന്നെന്താണ്, അതുപോലുള്ള തന്തയില്ലായ്മകൾ, അതുപോലെ ഒരുപാട് വാക്കുകൾ, അതായത് വേസ്റ്റ്, ഇത് ഇങ്ങനൊന്നും പറയണോണ്ടൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ. അതിനോടുകൂടി നമ്മുടെ ആംഗ്യങ്ങളാണ് പ്രശ്നം. നമ്മൾ സംസാരിക്കാൻ നമുക്ക് എന്തും പറയാലോ അല്ലേ. നാക്കിട്ട് അലക്കുന്നതിന് യാതൊരു വിധ കുഴപ്പമില്ല. ഉണ്ണാക്കിൽ പിരിവെട്ടൽ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ ഇപ്രാവശ്യം കേട്ടു. താരതമ്യേന മറ്റുള്ള സീസണിലൊക്കെ എഫും ഇതും കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്രാവശ്യം ഇല്ലെങ്കിലും, പക്ഷേ ഏകദേശം അതിൻ്റെ അടുത്ത് കൂടി പോണ സംഗതികളൊക്കെ കേട്ടു അല്ലേ. കാലമാടൻ എന്ന് വിളിക്കുന്നു, അന്നൊരു വിഷയമാവില്ലായിരിക്കാം. എന്തായാലെങ്കിലും അതൊരു മോശം ജസ്റ്റർ തന്നെയാണ്. സിബിൻ അത് ഇനിയെങ്കിലും കാണിക്കാതിരിക്കട്ടെ, നല്ല കാര്യമാണ്. പിന്നെ സിബിനും കിടക്കെന്ന് കേൾക്കട്ടെ. കാരണം സിബിനും ഈ ഒരു ഇതിൽ തന്നെ ക്യാരീഡ് അവേ ആവാൻ, എന്താ അങ്ങനെയല്ലേ പറയാം, ഡോണ്ട് ഗെറ്റ് ക്യാരീഡ് അവേ എന്നല്ലേ പറയാം. അത് നമ്മൾ അതിലങ്ങോട്ട് ആ മതിമറന്ന് അതിലങ്ങോട്ട് പോകേണ്ട സിറ്റുവേഷനിലേക്ക് സിബിനും വരാതിരിക്കുന്ന സിബിനും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. അപ്പോൾ കരിഞ്ഞ ആൾക്കാരും ഈ കരിഞ്ഞ മത്സ്യകന്യക എന്ന് പറഞ്ഞപ്പോൾ ഈ ജാസ്മിൻ ജാഫറിൻ്റെ കേസിൽ പണ്ടൊരു സംഗതി ഉണ്ടല്ലോ, ഇവർ ഈ കറുപ്പും വെളുപ്പും റിലേറ്റഡ് ആയിട്ട് അന്നൊരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ. പോട്ടെ, വെറുതെ വീണ്ടും നമ്മൾ പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് വന്നിട്ട് കാണാം. വേറെ എന്തോ ഒരു സംഗതി കൂടി ഞാൻ മിസ്സായി എന്ന് വിചാരിക്കുന്നുണ്ട് പറയാൻ. അത് ഓർമ്മ വരികയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ഇടാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. പിന്നെ ആരും പ്രൊമോ കൊണ്ട് ഞെട്ടണ്ട. വീണ്ടും ഞാൻ പറയുന്നു, പ്രൊമോ കൊണ്ട് ഞെട്ടണ്ട. കാരണം പ്രൊമോ അല്ല നമുക്ക് വൈകുന്നേരം ഉണ്ടാവുക. പ്രൊമോ കൊണ്ടൊക്കെ ലാലേട്ടൻ ചിലപ്പോൾ എന്താ മോനെ വെച്ചിട്ട് ചിലപ്പോൾ തിരിഞ്ഞുകൂടായില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ.